നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. നാടിന്റെ അഭിമാനമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാജ്യത്തിന് സമർപ്പിച്ചു. ആഗോള സമുദ്ര വാണിജ്യ ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യുന്നത്. കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക സമ്പദ് വ്യവസ്ഥയിലെ ഉജ്ജ്വലമായ പുതിയ നാൾവഴികളിലേക്കുള്ള സുപ്രധാന തുടക്കമായിരിക്കും ഇത്. വിഴിഞ്ഞം തുറമുഖം നവയുഗ വികസനത്തിന്റെ മികച്ച മാതൃകയാണെന്നും രാജ്യത്തിനും കേരളത്തിനും ബൃഹത്തായ തോതിൽ സാമ്പത്തിക സ്ഥിരതയും നേട്ടങ്ങളും കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിലെ നിലവിലെ കപ്പൽ ചരക്ക് കൈമാറ്റം ഭാവിയിൽ 3 ഇരട്ടിയായി വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. തുറമുഖത്തിന്റെ പ്രവർത്തന മന്ദിരം സന്ദർശിച്ച പ്രധാനമന്ത്രി അവിടുത്തെ നിയന്ത്രണ സംവിധാനങ്ങളും നിരീക്ഷിച്ചു. കേരളത്തിന്റെ സ്വപ്ന കവാടമായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമർപ്പണ ചടങ്ങിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 75% ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था. इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया. जो पैसा बाहर जाता था वो केरला और विलिंगम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा. भारत सरकार देश की आर्थिक ताकत के चैनल को और मजबूत करने के संकल्प के साथ काम कर रही है. हमारी पोर्ट सिटीज विकसित भारत की ग्रोथ का अहम सेंटर बनेंगी. സംസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റത്തിലെ നാഴികക്കല്ലായി മാറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വിഴിഞ്ഞം തുറമുഖം അങ്ങനെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇനി അവിടെ നിന്നും അല്പം കൗതുകവും ഒപ്പം അഭിമാനവും സന്തോഷവും നൽകുന്ന മറ്റൊരു വിശേഷം. വിഴിഞ്ഞത്തെത്തുന്ന ഭീമൻ കണ്ടെയ്നറുകളുടെ നീക്കം നിയന്ത്രിക്കുന്നത് കുറെ വനിതകളാണ് എന്നതാണ് ആ കഥ. വിഴിഞ്ഞം സ്വദേശികളായ 7 പേർ ഉൾപ്പെടെ 9 വനിതകളാണ് തുറമുഖത്തിലെ ഓട്ടോമേറ്റഡ് CRMG ക്രെയിനുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. രാജ്യത്ത് തന്നെ ഇതാദ്യമായാണ് വനിതകൾ യാർഡ് ക്രെയിനുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് എന്നുകൂടി അറിയുമ്പോഴാണ് ഈ വനിതകളുടെ തിളക്കം ഏറുന്നത്. വിഴിഞ്ഞം കോട്ടപ്പുറം പൂവാർ സ്വദേശിനികളായ P. പ്രിനു, S. അനിഷ, L. സുനിതാരാജ്, DR. സ്റ്റെഫി റബീറ, RN. രജിത, P. ആശാലക്ഷ്മി, AV. ശ്രീദേവി, L. കാർത്തിക, JD. നതാന മേരി എന്നിവരാണ് വിഴിഞ്ഞം തുറമുഖത്തെ വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാർ. ഇനി വിഴിഞ്ഞത്തെ കടൽ തിരമാലകളോടൊപ്പം തന്നെ സന്തോഷത്തിന്റെ ഒരു ആവേശ കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ഇവരിൽ ചിലർക്ക് പറയാനുള്ളത് നല്ല വാർത്തയിലൂടെ കേൾക്കാം. ഈ ജോലി വളരെ അഭിമാനം നൽകുന്നതായി സ്റ്റെഫി റബീറ. ഇങ്ങനൊരു അവസരം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നും നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമെന്നും നമ്മളോടുകൂടി ഇൻട്രാക്ട് ചെയ്യുമെന്നും പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഞാൻ ഇതിനു മുൻപ് എൻ്റെ ഫീൽഡ് ടീച്ചിങ് ആയിരുന്നു. ടീച്ചിങ് എന്ന ഫീൽഡിൽ നിന്ന് നല്ല വ്യത്യാസമുള്ള ഫീൽഡിലാണ് ഞാനിപ്പോൾ പ്രവേശിച്ചത്. പക്ഷേ എനിക്ക് കംഫർട്ടബിളാണ്, ഈ ഒരു ഫീൽഡ് എനിക്ക് കംഫർട്ടബിളാണ്. കാരണം ഞാനിവിടെ ഒരു വിഴിഞ്ഞത്തെ സ്വദേശവാസിയാണ്. പിന്നെ ഇവിടെ ഇത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു ഇൻ്റർനാഷണൽ സീപോർട്ടിൽ ജോലി കിട്ടിയത് ഞാനിപ്പോൾ അഭിമാനമായിട്ടാണ് കാണുന്നത്. ഇനി ഈ ആവേശമുണർത്തുന്ന ജോലിയെക്കുറിച്ച് അനിഷ പറയുന്നത് കേൾക്കാം. ഞങ്ങൾക്ക് ഏകദേശം ഒരു 1.5 മാസത്തോളം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്വയം ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമായൊരു ഫീൽഡാണ്. സ്ത്രീകൾക്ക് ഏറെ ശോഭിക്കാൻ കഴിയുന്ന നല്ലൊരു ഫീൽഡാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജോബ് കിട്ടിയതിലൂടെ വളരെ വലിയ നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഞാനുമായിട്ട് യാതൊരു ടച്ചും ഇല്ലാത്തൊരു ഫീൽഡാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ജോബ് ഞാൻ നേടിയത് കൊണ്ട് തന്നെയാണ് എനിക്ക് CRMG എന്താണെന്നും കാൻറ്റിലിവർ റെയിൽ മൗണ്ടഡ് ഗാൻട്രി എന്താണെന്നും ഇതിനകത്ത് STS ക്രെയിൻ ഉണ്ടെന്നും എത്ര ക്രെയിനുകളുണ്ടെന്നും എങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻ എന്നും എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ വളരെ സന്തോഷമാണ് എനിക്ക്. കണ്ടെയ്നറുകളുടെ നീക്കം അത്യാധുനിക റിമോട്ട് ഡെസ്ക് വഴി നിയന്ത്രിക്കുന്നതിനായി വിദഗ്ധ പരിശീലനം പൂർത്തിയാക്കിയ ഇവർ നാടിന്റെ അഭിമാനമായിരിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ മറ്റൊരു തിളക്കമാർന്ന ഉദാഹരണം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖത്തെ വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാർ. ഡിജിറ്റൽ പേയ്മെന്റുകളുടെ ലോകത്താണ് നാം ഇന്ന്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടുകളിലൂടെ വാങ്ങാം എന്നിരിക്കലും ചിലപ്പോഴെങ്കിലും കറൻസി രൂപത്തിൽ പണത്തിന്റെ ആവശ്യകത വന്നേക്കാം. പ്രത്യേകിച്ച് ട്രെയിൻ യാത്ര പോലുള്ള സന്ദർഭങ്ങളിൽ.
ഒരു കുപ്പി വെള്ളം വാങ്ങാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് മിഠായി വാങ്ങാനോ ചിലപ്പോൾ GPay സൗകര്യമില്ലാത്ത കച്ചവടക്കാരനാണ് വരുന്നതെങ്കിലോ അന്നേരം ഒന്ന് കുടുങ്ങും. പണത്തിന് പണം തന്നെ വേണ്ടിവരും. ഇത്തരത്തിൽ ട്രെയിൻ യാത്രയിൽ പണത്തിന് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ അതിന് സഹായമാകുന്ന വിധത്തിൽ ഒരു പരിഹാരവുമായി റെയിൽവേ രംഗത്തെത്തിയിട്ടുണ്ട്. ട്രെയിനിൽ ATM സജ്ജമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. രാജ്യത്ത് ആദ്യമായാണ് ഈ പദ്ധതി. മധ്യ റെയിൽവേയുടെ ഭുസാവൽ ഡിവിഷനാണ് ഈ നൂതന സംരംഭം ആവിഷ്കരിച്ചിരിക്കുന്നത്. മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽസിൽ നിന്നുള്ള നാസിക്കിനടുത്ത് മൻമാഡിലേക്ക് പ്രതിദിന സർവീസ് നടത്തുന്ന പഞ്ചവടി എക്സ്പ്രസിലാണ് ATM സൗകര്യമുള്ളത്. AC കോച്ചിലുള്ള ATM എല്ലാ യാത്രക്കാർക്കും ഉപയോഗിക്കാം. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുമായി ചേർന്നാണ് ATM സ്ഥാപിച്ചിരിക്കുന്നത്. ട്രെയിനിലെ ATMന് സുരക്ഷയ്ക്കും കുറവില്ല. യാത്രക്കാർ ഇല്ലാതെ നിർത്തിയിടുന്ന സമയങ്ങളിൽ ATM വെച്ചിരിക്കുന്ന ഭാഗം ഷട്ടറിട്ട് മൂടും. ചുറ്റും CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഈ പദ്ധതി വിജയിച്ചാൽ മറ്റ് ട്രെയിനുകളിലും ATM വയ്ക്കാനുള്ള ആലോചനയിലാണ് ഇന്ത്യൻ റെയിൽവേ. ഇനി ജീവകാരുണ്യത്തിൻ്റെ ഒരു കഥ. വാഹനമിടിച്ച് പരിക്കേറ്റ തെരുവ് നായയ്ക്ക് വീൽചെയർ ഉണ്ടാക്കി നൽകിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. എറണാകുളം മുളന്തുരുത്തി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് വ്യത്യസ്തമായ ഈ പ്രവൃത്തിയിലൂടെ സമൂഹത്തിന്റെ ആദരം നേടിയിരിക്കുന്നത്. വാഹനമിടിച്ച് പരിക്കേറ്റ തെരുവ് നായയുടെ പിൻകാലുകൾ ചലനശേഷി നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. കാൽ ശരിയായി വരാൻ സർജറിയും മറ്റ് അനുബന്ധ ചികിത്സകളും വേണ്ടിവരുമെന്നും അതിന് കാലതാമസമെടുക്കും എന്നാണ് ചികിത്സിച്ച ഡോക്ടർ അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് നായയ്ക്ക് ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ വീൽചെയർ എന്ന ആശയം ഉയർന്നു വരുന്നത്. അങ്ങനെ വഴിയിൽ നിന്ന് ലഭിച്ച നായയ്ക്ക് വീൽചെയർ നിർമ്മിച്ചു നൽകി അതിനെ പരിപാലിക്കുകയാണ് മുളന്തുരുത്തിയിലെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ശ്രീ KB പ്രശാന്തിന് പറയാനുള്ളത് കേൾക്കാം. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ രാജേഷ് സാറാണ് നെറ്റിലും മറ്റും സെർച്ച് ചെയ്ത് ഒരു നായ്ക്ക് നടക്കുന്നതിനാവശ്യമായ ഒരു വാഹനത്തിന്റെ ഒരു ഘടനയുടെ ഒരു വിവരം എനിക്ക് വാട്സപ്പ് മുഖാന്തരം അയച്ചു തന്നത്. തുടർന്ന് ഞാനത് പരിശോധിച്ച് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ PVC പൈപ്പുകളും മറ്റും ഉപയോഗിച്ച് ആ നായ്ക്ക് നടക്കുന്നതിനാവശ്യമായ ഒരു ചെറിയൊരു വാഹനം ഞങ്ങൾ നിർമ്മിച്ചു. തുടർന്ന് വാഹനത്തിന്റെ സഹായത്തോടെ നടത്താൻ ശ്രമിച്ചു. 1-2 ദിവസത്തിന് ശേഷം അത് അതിനോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയും ആ വാഹനം ഉപയോഗിച്ച് തന്നെ അത് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതിൽ തന്നെ ഞങ്ങൾ വളരെയധികം സന്തോഷവാനായിരുന്നു. ഇതിൽ എടുത്തു പറയത്തക്കതായിട്ട് ആ നായയെ നല്ല രീതിയിൽ പരിപാലിക്കുന്നതിനായി ഞങ്ങളുടെ തന്നെ നിലയത്തിലെ എല്ലാ ജീവനക്കാരും ഒറ്റ മനസ്സോടുകൂടിയാണ് അതിനെ മുന്നോട്ട് വന്നത്. എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നായയുടെ കാര്യത്തിൽ പ്രാവീണ്യമുള്ള ആരെങ്കിലും ഇതിനെ ഏറ്റെടുക്കുകയും അതിനുവേണ്ട ഒരു നല്ല വൈദ്യസഹായം നൽകുകയും ചെയ്താൽ നല്ല കാര്യമായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഉദ്യോഗസ്ഥരുടെ പ്രിയപ്പെട്ട മാളു എന്ന ഈ നായ ഇപ്പോൾ ഫയർ സ്റ്റേഷന്റെ പുതിയ സെക്യൂരിറ്റി കൂടിയാണ്. മാളു ഉഷാറാകുന്നതും കാത്തിരിക്കുകയാണ് ആ ഫയർ സ്റ്റേഷൻ മുഴുവൻ. ഇനി ജന്തുസ്നേഹത്തിന്റെ സമാനമായ മറ്റൊരു കഥ പറയാം. അങ്ങ് അസമിൽ നിന്നും. സുവർണ ലാംഗൂറുകൾ എന്ന ഇനം കുരങ്ങുകളുടെ ആവാസ കേന്ദ്രത്തിന് സമീപമാണ് ബോംഗൈഗാവിലെ NH 117. എന്നാൽ വികസനത്തിന്റെ ഭാഗമായി ഈ ദേശീയപാതയുടെ വീതി കൂട്ടിയപ്പോൾ പാവം കുരങ്ങുകൾക്ക് ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. കുരങ്ങുകൾ വാഹനമിടിച്ച് ചാകുന്നതും മനുഷ്യർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവായി. അതിന് പരിഹാരമായി അവിടുത്തെ ഭരണകൂടം കണ്ടെത്തിയ പോംവഴിയാണ് തൂക്കുപാലങ്ങൾ. ദേശീയപാതയ്ക്ക് മുകളിലൂടെ കുരങ്ങുകൾക്ക് അനായാസം സഞ്ചരിക്കാൻ കഴിയുന്ന വിധത്തിൽ തൂക്കുപാലങ്ങൾ ഉറപ്പോടെ സ്ഥാപിച്ചു. ഇപ്പോൾ കുരങ്ങുകൾ ഭയമില്ലാതെ ഈ തൂക്കുപാലം വഴി റോഡ് മുറിച്ച് തങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് സുഗമമായി സഞ്ചരിക്കുന്നു. വികസനത്തിനൊപ്പം സഹവർത്തിത്വത്തിന്റെയും മറ്റൊരു വിജയഗാഥ. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം മയൂഷ AM. അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ.